iPlusന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, A commits theft on property in Izzat's possession and while committing this theft, he has a loaded pistol under his garment, having provided this pistol for the purpose of hurting Izzat in case Izzat should resist. A has committed the offense of options വരുന്നത് A. extortion by putting a person in fear of death or grievous hurt, B. extortion by putting the person in fear of injury, C. robbery with an attempt to cause death or grievous hurt, D. theft after preparation made for causing death or hurt. നമുക്കിതിൻ്റെ ആൻസറിലേക്ക് പോവാം. ആൻസർ വരുന്നത് theft after preparation made for causing death or hurt ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന വ്യക്തി മോഷണം നടത്തുന്നതിലേക്ക് വേണ്ടി ഇസഡിൻ്റെ കൈവശത്തിലുള്ള പ്രോപ്പർട്ടിയിലേക്ക് കടക്കുന്നു. അങ്ങോട്ടേക്ക് കയറുമ്പോഴത്തേക്ക് അയാളുടെ കൈവശത്ത് ലോഡഡ് ആയിട്ടുള്ള ഒരു പിസ്റ്റൽ ഉണ്ട്. ഇത് അയാൾ ഒളിപ്പിച്ചു വെച്ചാണ് കൊണ്ടുപോകുന്നത്. ഇസഡ് ഏതെങ്കിലും വിധത്തിൽ ഇതിന് തടസ്സം നിന്ന് കഴിഞ്ഞാൽ ഇസഡിനെ ഉപദ്രവിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ, ഇസഡിനെതിരെ ഫയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ തോക്കും കൊണ്ട് പോകുന്നത്. അപ്പോൾ ആ ഒഫൻസ് ആയിട്ട് വരുന്നത് തെഫ്റ്റ് ആഫ്റ്റർ പ്രിപ്പറേഷൻ മെയ്ഡ് ഫോർ കോസിങ് ഡെത്ത് ഓർ ഹേർട്ട് ആണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ തെഫ്റ്റ് എന്ന് പറയുന്ന ഒഫൻസ് വരുന്നുണ്ട്. കാര്യം ഇസഡിന്റെ പ്രോപ്പർട്ടി അയാളുടെ കൺസെന്റ് ഇല്ലാതെ എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് പോകുന്നത്. അപ്പം തെഫ്റ്റ് എന്ന് പറയുന്ന ഒഫൻസിന് ഒരു മൂവബിൾ പ്രോപ്പർട്ടിക്ക് എഗെയിൻസ്റ്റ് ഉള്ള ഒഫൻസ് ആണ്. ആ മൂവബിൾ പ്രോപ്പർട്ടിയുടെ കൈവശം എടുക്കുന്നതിന് വേണ്ടി അയാളുടെ സമ്മതമില്ലാതെ കൈവശം എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നത്. അടുത്ത് വരുന്നത് പ്രിപ്പറേഷൻ ഫോർ ഹേർട്ട് ആണ്. A has a loaded pistol specifically to hurt Izzat if Izzat resist. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു കമ്പൈൻഡ് ഒഫൻസ് ആയിട്ടാണ് വരുന്നത്. തെഫ്റ്റും ഉണ്ട്, പ്രിപ്പറേഷൻ ഫോർ ഹേർട്ടും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് ഇത് സിമ്പിൾ തെഫ്റ്റ് അല്ലെങ്കിൽ എക്സ്റ്റോർഷൻ എന്ന് പറയുന്ന ഒഫൻസിൽ നിന്ന് മാറിയിട്ട് ഇതൊരു അഗ്രവേറ്റഡ് ഒഫൻസിലേക്ക് പോവുകയും IPCയിലെ സെക്ഷൻ 382 പറയുന്ന ഒഫൻസ് ആയിട്ടുള്ള ഒഫൻസിന്റെ പരിധിയിലേക്ക് ഈ പറയുന്ന ആക്ടിവിറ്റി വരികയും ചെയ്യുന്നു. അപ്പോൾ ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് 382 ഒരു ഇലസ്ട്രേഷൻ ബേസ് ചെയ്തിട്ട് വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി എന്തുകൊണ്ടാണ് ഈ ബാക്കിയുള്ള ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വരാത്തതെന്നും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു നോക്കി പോവാം. എക്സ്റ്റോർഷൻ ആണ് എയിലും ബിയിലും വരുന്നത്. എക്സ്റ്റോർഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എക്സ്റ്റോർഷൻ എന്ന് പറയുന്ന ഒഫൻസ് വരണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി നമ്മൾ കൈവശം എടുക്കുന്നത് ഒരു ഫിയർ അല്ലെങ്കിൽ ഇഞ്ചുറി കോസ് ചെയ്യും എന്നുള്ള ഒരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ട്. അതായത് അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ അവരിൽ നിന്ന് ഒരു മൂവബിൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എടുക്കുന്നതാണ് എക്സ്റ്റോർഷൻ എന്ന് പറയുന്ന ഒഫൻസിന്റെ പരിധിയിൽ വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പ്രൈമറി ഒഫൻസ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്, തെഫ്റ്റ് ആണ്. അപ്പൊ തെഫ്റ്റ് എന്നുള്ള ഒരു പ്രൈമറി ഒഫൻസ് വരുമ്പോഴത്തേക്ക് ഇവിടെ എക്സ്റ്റോർഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഒരു സ്കോപ്പ് തന്നെ വരണില്ല. ഇനി റോബറി നോക്കുമ്പോൾ റോബറിയിലേക്ക് ഇത് പോവുക എന്നുള്ളതാണ് നോക്കേണ്ടത്. റോബറി എന്നുള്ള ഒഫൻസ് വരണമെന്നുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായും വയലൻസ് അല്ലെങ്കിൽ ത്രെട്ട് ഉണ്ടാവണം, ത്രെട്ട് ഓഫ് വയലൻസ് ഉണ്ടാവണം. അപ്പൊ ഇത് രണ്ടും ഈ കേസിൽ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനാരിയോ എക്സ്പ്രസ്ലി 382 എന്ന് പറയുന്ന ഒഫൻസിലേക്കാണ് പോകുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്. അപ്പൊ നമുക്ക് 4 സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. കൾപ്പബിൾ ഹോമിസൈഡ് ഇസ് ജീനസ് ആൻഡ് മർഡർ ഇസ് ഇറ്റ്സ് സ്പീഷീസ്. സെക്കൻഡ് ഓപ്ഷൻ, all murder is culpable homicide but not vice versa. Third option, all murder is culpable homicide and all culpable homicide is murder. Fourth option, generally culpable homicide and special characteristics of murder is culpable homicide not amounting to murder. ഇതിന്റെ ഓപ്ഷൻസ് വരുന്നത് only 1 and 2 are correct, only 1, 2 and 3 are correct, only 1, 2, 4 are correct, only 1, 2, 3 and 4 are correct. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് 1, 2 and 4 are correct. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം.
നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അനലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് culpable homicide is a genus and murder is a species എന്നുള്ളതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുന്ന ഒരു ബ്രോഡർ ഒഫൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡിഗ്രി ഓഫ് ഒഫൻസ് കൂടുമ്പോൾ, അതായത് ഡിഗ്രി ഓഫ് ദാറ്റ് മർഡർ കൂടുമ്പോഴാണ്, ഡിഗ്രി ഓഫ് കില്ലിംഗ് കൂടുമ്പോഴാണ് അത് മർഡർ എന്നുള്ളൊരു സ്പെസിഫിക് ഫോമിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കൾപ്പബിൾ ഹോമിസൈഡിനെ നമുക്ക് ജീനസ് എന്നും മർഡറിനെ നമുക്ക് ഒരു സ്പെസിഫിക് ഫോം ആയതുകൊണ്ട് തന്നെ സ്പീഷീസ് എന്നും പറയാം. അടുത്ത സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓൾ മർഡർ ഇസ് കൾപ്പബിൾ ഹോമിസൈഡ് ബട്ട് നോട്ട് വൈസ് വേഴ്സ എന്നുള്ളതാണ്. അപ്പോൾ ആ സെന്റൻസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് an act to be considered murder, it must first meet the conditions of culpable homicide. അപ്പോൾ ഒരു കൾപ്പബിൾ ഹോമിസൈഡ് നടന്നാൽ മാത്രമേ അത് മർഡർ ആവുള്ളൂ. അപ്പോൾ ഏതൊരു മർഡർ ആയാലും അവിടെ ഒരു കൾപ്പബിൾ ഹോമിസൈഡ് ഉണ്ട്. മർഡർ എന്ന് പറയുമ്പോൾ കൊലപാതകമാണ്, കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുമ്പോൾ നരഹത്യയാണ്. അപ്പോൾ ഒരു നരൻ, അതായത് ഒരു മനുഷ്യൻ മരിച്ചാൽ മാത്രമേ അത് അയാൾക്ക് മരണം സംഭവിക്കുമ്പോഴാണ് മർഡറിന്റെ ബിഗിനിങ് സ്റ്റേജ് വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു പ്രൈമറി കണ്ടീഷൻ ആണ് മർഡർ എന്നുള്ള ഒഫൻസിന് കൾപ്പബിൾ ഹോമിസൈഡ്. എന്നാൽ കൾപ്പബിൾ ഹോമിസൈഡിൽ ചില സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുമ്പോൾ മാത്രമേ അത് മർഡർ എന്നുള്ള സ്പെസിഫിക് ഒഫൻസിലേക്ക് പോവുകയുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കൾപ്പബിൾ ഒരു മർഡർ എന്ന് പറയുന്നത് എല്ലാം തന്നെ കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മർഡർ ആണ്. ആൻഡ് എല്ലാ മർഡറും കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. എന്നാൽ എല്ലാ കൾപ്പബിൾ ഹോമിസൈഡും മർഡർ ആവില്ല. കാര്യം ഈ പറയുന്ന സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ മർഡർ എന്നുള്ള കാറ്റഗറിയിലേക്ക് പോവുകയുള്ളൂ. ഇനി സ്റ്റേറ്റ്മെന്റ് 4 എന്ന് പറയുമ്പോഴത്തേക്ക് കൾപ്പബിൾ ഹോമിസൈഡ് വിത്തൗട്ട് ദ സ്പെസിഫിക് കണ്ടീഷൻസ് ദാറ്റ് എലിവേറ്റ് ഇറ്റ് ടു മർഡർ ഇസ് ഡിഫൈൻഡ് ആസ് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. അതായത് ഒരു കൾപ്പബിൾ ഹോമിസൈഡ് നടന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ രണ്ടായി തിരിക്കും. കൾപ്പബിൾ ഹോമിസൈഡ് അമൗണ്ടിങ് ടു മർഡറും കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡറും. അപ്പൊ ഈ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ എന്ന് പറയുന്നത് മർഡറിൻ്റെതായ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ലാത്ത കൾപ്പബിൾ ഹോമിസൈഡായി മാത്രം നിൽക്കുന്ന ഒഫൻസുകളെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന 1, 2 and 3 ആണ് ആൻഡ് 4 ആണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. 3 എന്ന് പറയുന്നത്, അതായത് 3 എന്ന് പറയുന്ന ഓപ്ഷൻ കൾപ്പബിൾ ഹോമിസൈഡ്, ഓൾ മർഡർ ഇസ് കൾപ്പബിൾ ഹോമിസൈഡ് ആൻഡ് ഓൾ കൾപ്പബിൾ ഹോമിസൈഡ് ഇസ് മർഡർ എന്ന് പറയുന്നത് തെറ്റാണ്. എല്ലാ മർഡറും കൾപ്പബിൾ ഹോമിസൈഡ് ആണ് എന്ന് വെച്ച് തിരിച്ചങ്ങനെയല്ല, വൈസ് വേഴ്സ അല്ല, ബട്ട് നോട്ട് വൈസ് വേഴ്സ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Adultery has been decriminalized in India as it violates Article 14, 15 and 19, Articles 15, 19 and 22, Articles 16, 17 and 21, Articles 14, 15 and 21. ഇതാണ് ഓപ്ഷൻസ് വരുന്നത്. കറക്റ്റ് ആൻസർ വരുന്നത് Articles 14, 15 and 21 ആണ്. 2018 വന്ന ലാൻഡ്മാർക്ക് ഡിസിഷനായ ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിലാണ് സെക്ഷൻ 497 ഓഫ് IPC ഈ പറയുന്ന 3 ആർട്ടിക്കിൾസിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് സുപ്രീം കോടതി ഡിക്ലെയർ ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഏതൊക്കെ പ്രൊവിഷൻസിനെയാണ് ഇത് വയലേറ്റ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 14, അതായത് ഈക്വാലിറ്റി ബിഫോർ ലോ, Article 15, prohibition of discrimination on grounds of religion, race, caste, sex or place of birth. Article 21, protection of life and personal liberty. ഈ 3 ആർട്ടിക്കിൾസിനും വിരുദ്ധമാണ് ഈ പറയുന്ന 497 എന്ന് പറയുന്ന പ്രൊവിഷൻ എന്നുള്ളത് കൊണ്ടാണ് ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ ഈ പറയുന്ന 497, അതായത് അഡൾട്ടറി എന്ന് പറയുന്ന ഒഫൻസിനെ നമ്മൾ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ്. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് 14, 15 and 21 ആണ്. അതിന്റെ റീസൺ വരുന്നത് ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസാണ്.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4. A finds the key of Z's house door which Z has lost and commits house trespass by entering Z's house, having opened the door with that key. A has committed the offense of options: theft, mischief, criminal trespass, house breaking. കറക്റ്റ് ആൻസർ വരുന്നത് ഡി, ഹൗസ് ബ്രേക്കിംഗ് ആണ്. നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോവാം. സെക്ഷൻ 445 ഓഫ് IPC, ഇപ്പോഴത്തെ സെക്ഷൻ 330 ഓഫ് ഭാരതീയ ന്യായ സംഹിതയ്ക്കകത്ത് ഇലസ്ട്രേഷനിൽ സ്പെസിഫിക്കലി പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ, ഇലസ്ട്രേഷൻ ആണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. A finds the key of Z's house door which Z has lost and commits house trespass by entering Z's house, having opened the door with that key. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ ഡോറ് കീ കളഞ്ഞു കിട്ടിയ കീ ഉപയോഗിച്ച് ഡോറിനുള്ളിലേക്ക് കടക്കുകയാണ്. ശരിയായ മാർഗത്തിൽ വീടിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നതാണ്. അപ്പൊ ഇത് ഹൗസ് ബ്രേക്കിംഗ് എങ്ങനെയെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എൻട്രൻസ് നടക്കുന്നത് ഒക്കുപ്പയർ ഓപ്പൺ ചെയ്ത് അകത്ത് കയറാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു മാർഗം വഴി തന്നെയാണ്. പക്ഷേ അവിടെ ഈ വ്യക്തി കയറണം എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്തിരിക്കുന്നതല്ല. കാര്യം എൻട്രൻസ് ഇവിടെ ഇഫക്റ്റ് ചെയ്തിരിക്കുന്നത് ആക്ച്വൽ ബ്രേക്കിംഗോ ഫിസിക്കൽ ഫോഴ്സോ ഒന്നും വഴിയല്ല, പക്ഷെ കളഞ്ഞു കിട്ടിയ ഒരു താക്കോല് വഴിയാണ്. അതുകൊണ്ടാണ് ഇത് ഹൗസ് ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഒഫൻസിലേക്ക് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, kidnapping from lawful guardianship can be committed against options: a female or male or person of unsound mind provided they are less than 18 years of age. B, a male under 18 years of age or a female below 21 years of age. C, a male under 16 years of age or female under 18 years of age or a person of unsound mind. Option D, a male or female if they are less than 18 years of age or a person of unsound mind. Correct option വരുന്നത് a male under 16 years of age or female under 18 years of age or a person of unsound mind. കറക്റ്റ് ആൻസർ വരുന്നത് ഈ പറയുന്ന നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിനകത്ത് സെക്ഷൻ 361-നകത്താണ് ഈ പറയുന്ന ഏജ് ഡിവിഷൻ. കിഡ്നാപ്പിംഗ് എന്ന് പറയുന്നതിന്റെ ഏജ് ഡിവിഷൻ, ലോഫുൾ ഗാർഡിയൻഷിപ്പിൽ നിന്ന് കിഡ്നാപ്പിംഗ് ആവുന്നത് എപ്പോഴാണ് എന്ന് പറയുന്നത് 361-ലാണ്. അതില് പറയുന്നത് മെയിൽ അണ്ടർ 16 ഇയേഴ്സ് ഓഫ് ഏജ്, ഫീമെയിൽ അണ്ടർ 18 ഇയേഴ്സ് ഓഫ് ഏജ്, പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ഓഫ് എനി ഏജ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഇസ് വാക്കിംഗ് ഓൺ ദ റോഡ്. ബി കംസ് ഓൺ എ മോട്ടോർസൈക്കിൾ from behind and pulls an earring from her ear and thereby tears A's ear. B is guilty of robbery, hurt, theft, grievous hurt. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് റോബറി ആണ്. നമുക്ക് ഓരോ ഒഫൻസസ് എന്താണെന്ന് നോക്കി പോവാം. റോബറി ആവുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വേറൊരു വ്യക്തിയുടെ, ഇവിടുത്തെ എ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രോപ്പർട്ടി ഹേർട്ട് കോസ് ചെയ്ത്, അതായത് ചെവി കീറിയാണ് അവരുടെ കയ്യിൽ നിന്ന് ഈ കമ്മല് മോഷ്ടിച്ചിരിക്കണേ, പിടിച്ചു പറയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പ്രോപ്പർട്ടി ആയ ഇയറിംഗ് എടുത്തിരിക്കുന്നത് അവർക്ക് ഹേർട്ട് കോസ് ചെയ്തത് കൊണ്ട് തന്നെ അവിടെ മോട്ടോർ സൈക്കിളിൽ വന്ന് ഈ പറയുന്ന സ്പീഡ് അല്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ചാണ് തെഫ്റ്റ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊരു അഗ്രവേറ്റഡ് ഫോം ഓഫ് തെഫ്റ്റ് ആണ്. അതുപോലെ തന്നെ ഫിയറും ഫോഴ്സും, ഫിയർ കോസ് ചെയ്യുന്നതുകൊണ്ട് ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോബറി എന്ന് പറയുന്ന ഒഫൻസ് ആണ് ഈ പറയുന്ന ഇലസ്ട്രേഷന് കറക്റ്റ് ആയിട്ട് വരുന്നത്. എന്തുകൊണ്ട് തെഫ്റ്റ് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെഫ്റ്റ് വരുമ്പോഴത്തേക്ക് ഡിസോണസ്റ്റ്ലി ആ പ്രോപ്പർട്ടി എടുക്കുന്നതും അതുപോലെ കൺസെന്റ് ഇല്ലാതെ എടുക്കുന്ന ഈ രണ്ട് കാറ്റഗറി വന്നാലേ തെഫ്റ്റ് വരുള്ളൂ. അപ്പൊ ഇവിടെയും ഈ പറയുന്ന ഡിസോണസ്റ്റ്ലി എടുക്കുന്നതാണ്, അതുപോലെ തന്നെ കൺസെന്റ് ഇല്ലാതെ എടുക്കുന്നതുമാണ്. എന്നാൽ പോലും ഇവിടെ ഫിയർ അതുപോലെ തന്നെ ഫോഴ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ തെഫ്റ്റിന്റെ ഒരു അഗ്രവേറ്റഡ് ഫോമായ റോബറിയിലേക്കാണ് പോകുന്നത്. ഇനി ഹേർട്ട് മാത്രമായിട്ട് വരില്ല, ബിക്കോസ് ബോഡിലി പെയിൻ എന്തായാലും കോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മാത്രം അല്ലല്ലോ ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പം കറക്റ്റ് ഓപ്ഷൻ വരുന്നത് റോബറി ആണ്. അപ്പോൾ ഇവിടെ തെഫ്റ്റ് നടക്കുന്നുണ്ട്. തെഫ്റ്റ് ഇസ് അക്കംപനീഡ് ബൈ voluntarily causing or attempting to cause hurt, wrongful restraint or fear of instant hurt or death,
ടു കമ്മിറ്റ് ദ തെഫ്റ്റ് ഓർ ക്യാരി അവേ ദ പ്രോപ്പർട്ടി. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം വന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ റോബറി എന്ന് പറയുന്നത്. ഗ്രീവസ് ഹേർട്ട് ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ചെവി കീറുക എന്ന് പറയണത് ഗ്രീവസ് ഹേർട്ടിന്റെ പരിധിയിലേക്ക് വരാം. അത് അവിടെ ഒരു പെർമനന്റ് ഡാമേജ് അല്ലെങ്കിൽ അത് സിവിയർ ആയിട്ടുള്ള ഒരു ഇഞ്ചുറി ആണെങ്കിൽ ഗ്രീവസ് ഹേർട്ടിന്റെ പരിധിയിലേക്ക് വരാം. പക്ഷെ ഇവിടുത്തെ കോർ ക്രൈം എന്ന് പറയുന്നത് റോബറി ആണ്. കാര്യം ഈ ഗ്രീവസ് ഹേർട്ട് അല്ലെങ്കിൽ ഹേർട്ട് കോസ് ചെയ്തിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ചെവി കിടക്കണ കമ്മൽ പറിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നോക്കുമ്പോഴേക്ക് ഇതൊരു മോർ സീരിയസ് ഒഫൻസ് ആണ്. അപ്പോൾ ഗ്രീവസ് ഹേർട്ട് മാത്രം നിൽക്കില്ല, റോബറി വന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, which is correct? As per the decision of the Supreme Court in Smriti Tukaram Badade versus State of Maharashtra 2022 SCC Online, Supreme Court 88, vulnerable witnesses include options 1. Child witness, 2. Victims of sexual assault irrespective of their age, 3. Victims of sexual assault irrespective of their gender, 4. Victims suffering from mental illness, 5. Any speech or hearing impaired individual or a person suffering from any other disability who is considered to be a vulnerable witness by the competent court. ഇതിന്റെ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് 1 is correct, 2 and 3 are correct, 1, 2, 3 and 4 are correct, 1, 2, 3, 4 and 5 are correct. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് 1, 2, 3, 4 and 5 are correct. അപ്പൊ എല്ലാം ഇതിൽ കറക്റ്റ് ആണ്. അപ്പോൾ 142 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രകാരം, ആർട്ടിക്കിൾ 142 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രകാരം സുപ്രീം കോടതി വൾണറബിൾ വിറ്റ്നസ് എന്ന് പറയുന്ന കാറ്റഗറിക്ക് ഒരു ലോ ലേ ഡൗൺ ചെയ്തിരിക്കുന്ന കേസാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വൾണറബിൾ വിറ്റ്നസ് എന്ന് പറയുന്ന ടേം എന്താണെന്നും ഇതിൽ ഏതൊക്കെ റേഞ്ച് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് എന്നും ആണ് ഈ പറയുന്ന കേസ്. അതായത് സ്മൃതി തുക്കാറാം ബഡാഡെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറയുന്ന 2022 കേസിനകത്ത് സുപ്രീം കോർട്ട് പറയുന്നത്. അപ്പോൾ വൾണറബിൾ വിറ്റ്നസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബ്രോഡർ റേഞ്ച് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. ഏജ് ന്യൂട്രൽ ആയിട്ടുള്ള, ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള വിക്ടിംസ് ആണ്. അതുപോലെ തന്നെ മെന്റൽ ഇൽനെസ് അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഉള്ള ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ ഈ വൾണറബിൾ വിറ്റ്നസ് എന്നുള്ള കാറ്റഗറിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സുപ്രീം കോടതി ഈ ഡെസിഷൻ ത്രൂ ആണ് എല്ലാ ഹൈക്കോടതികളും വൾണറബിൾ വിറ്റ്നസസ് ഡീപോസിഷൻ സെന്റർ സ്കീം എന്ന് പറഞ്ഞ് ഈ ഡിസിഷൻ വന്ന് നോട്ടിഫൈ ചെയ്തു കഴിഞ്ഞാൽ വിത്തിൻ 2 months എല്ലാ ഹൈക്കോടതികളും ഇങ്ങനെ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നും അറ്റ്ലീസ്റ്റ് 2 സെന്റേഴ്സ് എങ്കിലും ഓരോ ഹൈക്കോടതികളുടെ ജൂറിസ്ഡിക്ഷൻ അകത്തും വിത്തിൻ 3 months കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ ഹൗസ് ആയ ഒരു പെർമനന്റ് കമ്മിറ്റി വിത്തിൻ ഹൈക്കോർട്സ് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ പ്രോപ്പറായി, ഈ സ്കീമിന്റെ ഇംപ്ലിമെന്റേഷൻ പ്രോപ്പറായി നടക്കുന്നുണ്ടോ എന്ന് നോക്കാനും, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ്സിനോട് ഈ പറയുന്ന വിക്ടിംസിന്റെ, വൾണറബിൾ വിക്ടിംസിന്റെ സ്കീമിലേക്ക് വേണ്ടിയിട്ട് ഫണ്ടും അതുപോലെ തന്നെ റിസോഴ്സസും എഫിഷ്യൻ്റ്ലി അലോക്കേറ്റ് ചെയ്ത് വിത്തിൻ 3 months ഓഫ് പ്രപ്പോസൽ സബ്മിഷൻ സാങ്ഷൻ ചെയ്യണം എന്നുള്ളതും ഒരു ക്രൈറ്റീരിയ ആയിട്ട് സുപ്രീം കോടതി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ജുഡീഷ്യൽ ഓഫീസേഴ്സ്, ലീഗൽ പ്രാക്ടീഷണേഴ്സ്, കോർട്ട് സ്റ്റാഫ്, കോടതിയിലെ സ്റ്റാഫുകൾ, അതുപോലെ തന്നെയുള്ള മറ്റ് കോടതിയും അതുപോലെ ട്രയൽ പർപ്പസുമായി നിൽക്കുന്ന മറ്റ് വ്യക്തികൾക്ക് ഒരു സെൻസിറ്റിവിറ്റി, അതായത് ഈ പറയുന്ന വൾണറബിൾ ആയിട്ടുള്ള വിറ്റ്നസസിനെ ഹാൻഡിൽ ചെയ്യുന്നതിലേക്ക് സെൻസിറ്റീവ് ആയ ഒരു അപ്രോച്ച്, അതായത് അവർ കമ്പാഷനേറ്റും സപ്പോർട്ടീവും അവർക്ക് ഉതകുന്ന ഒരു എൻവയോൺമെന്റ് ആസ് എ വിറ്റ്നസ് അവർ വന്ന് മൊഴി പറയുന്ന സാഹചര്യത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി അവരെ ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കാനും കൂടി ഈ കേസിനകത്ത് സുപ്രീം കോടതി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. 142 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം സുപ്രീം കോടതി റൈറ്റ് എക്സസൈസ് ചെയ്തൊരു കേസും കൂടെയാണിത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Proprietary rights means a person's right in relation to his own property, whereas personal rights are rights
arising out of any contractual obligation or rights that relate to status. Based on the above statement, which is correct? A. Proprietary rights are non-transferable. B. Personal rights are transferable. C. Both proprietary rights and personal rights are transferable. D. Proprietary rights are transferable whereas personal rights are non-transferable. അപ്പോൾ പ്രൊപ്രൈറ്ററി റൈറ്റ്സ് എന്താണ്, പേഴ്സണൽ റൈറ്റ്സ് എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാനായിട്ട്. പ്രൊപ്രൈറ്ററി റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വസ്തുവിന്മേലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലൈക്ക് ഒരു സാധനത്തിന്റെ മേലുള്ള നമ്മുടെ റൈറ്റിനെയാണ് നമ്മൾ പ്രൊപ്രൈറ്ററി റൈറ്റ് എന്ന് പറയുന്നത്. എന്നാൽ പേഴ്സണൽ റൈറ്റ് ആവുമ്പോൾ അത് നമ്മുടെ ഓബ്ലിഗേഷൻസുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. അതാണ് പ്രൊപ്രൈറ്ററി റൈറ്റ്സ് മീൻസ് എ പേഴ്സൺസ് റൈറ്റ് ഇൻ റിലേഷൻ ടു ഹിസ് ഓൺ പ്രോപ്പർട്ടി. അയാളുടെ തന്നെ പ്രോപ്പർട്ടിയുടെ മേലുള്ള അവകാശത്തിനെയാണ് നമ്മൾ പ്രൊപ്രൈറ്ററി റൈറ്റ്സ് എന്ന് പറയുന്നത്. പേഴ്സണൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ റൈറ്റ്സ് ദാറ്റ് റിലേറ്റ് ടു സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് വരുന്ന റൈറ്റ്സ് ആണ് പേഴ്സണൽ റൈറ്റ്സ്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യാം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രൊപ്രൈറ്ററി റൈറ്റ്സ് ആർ ട്രാൻസ്ഫറബിൾ വേറാസ് പേഴ്സണൽ റൈറ്റ്സ് ആർ നോൺ ട്രാൻസ്ഫറബിൾ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഒരു പ്രോപ്പർട്ടി നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. പേഴ്സണൽ റൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് മാത്രമായി കിട്ടിയിരിക്കുന്ന റൈറ്റ്സ് ആണ്, അതിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രൊപ്രൈറ്ററി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ റൈറ്റ്സ് ഇൻ റെം ആണ്. അപ്പം ഇത് നന്നായി മനസ്സിലാക്കിക്കൊള്ളുക. റൈറ്റ്സ് ഇൻ റെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഗൈൻസ്റ്റ് ദ ഹോൾ വേൾഡ് ഉള്ള റൈറ്റ്സ് ആണ്. അപ്പോൾ പ്രൊപ്രൈറ്ററി റൈറ്റ്സ് ഓണർഷിപ്പ് ഓഫ് ലാൻഡ്, ഗുഡ്സ് അങ്ങനത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ റൈറ്റ്സ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് വിൽക്കാനോ അസൈൻ ചെയ്യാനോ ഇൻഹെറിറ്റ് ചെയ്യാനോ ഒക്കെ പറ്റുന്നതാണ് പ്രൊപ്രൈറ്ററി റൈറ്റ്സ്. എന്നാൽ പേഴ്സണൽ റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓബ്ലിഗേഷൻസ്, അതായത് നമ്മൾ വ്യക്തിപരമായിട്ടുണ്ടാക്കുന്ന ബന്ധങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇടപാടുകളിൽ നിന്ന് ഉണ്ടാവുന്ന റൈറ്റ്സ് ആണ് പേഴ്സണൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതാണ് റൈറ്റ്സ് ഇൻ പേഴ്സണൽ. ഇത് കോൺട്രാക്ട്സ് അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫിക് ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളിൽ വരുന്ന ഒരു റൈറ്റ് ആണ് പേഴ്സണൽ റൈറ്റ്. ഇത് നോൺ ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള റൈറ്റ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. Companies can be held liable for offences punishable with fine only, imprisonment only, fine or imprisonment, fine and imprisonment. Correct options വരുന്നത് 1 and 2, 2 and 3, 1, 2 and 3, 1, 3 and 4 എന്നുള്ളതാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. കറക്റ്റ് ആൻസർ 1, 3 and 4 ആണ്. കമ്പനീസിന് അവരെ നമുക്ക് ഒരു കുറ്റകൃത്യം ഒരു കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ പണിഷബിൾ ആക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ഫൈൻ ഇമ്പോസ് ചെയ്യാം. ഫൈൻ ഓർ ഇംപ്രിസൺമെന്റും പോസിബിൾ ആണ്. കാര്യം കോടതിക്ക് അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഫൈൻ കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇൻ ലിeu ഓഫ് ഫൈൻ അവർക്ക് ഇംപ്രിസൺമെന്റ് കൊടുക്കാം. ഫൈൻ ആൻഡ് ഇംപ്രിസൺമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ലോ മാൻഡേറ്റ് ചെയ്യുമ്പോൾ ബോത്ത് ഇംപ്രിസൺമെന്റ് ആൻഡ് ഫൈൻ വരുന്നുണ്ട്. അതും കോടതിക്ക് സ്റ്റിൽ ഒരു ഫൈൻ മാത്രം കമ്പനിയിൽ ഇമ്പോസ് ചെയ്യാം. പക്ഷേ കമ്പനി ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരെ ഇംപ്രിസൺ ചെയ്യാൻ പറ്റില്ല. ഫൈൻ ആൻഡ് ഇംപ്രിസൺമെന്റ് എന്ന് നോക്കുമ്പോഴേക്ക് രണ്ടും കൂടെ ചേർന്നാ വരുന്നത്. ഇവിടെ ഫൈൻ ഓർ ഇംപ്രിസൺമെന്റ് എന്ന് വരുമ്പോഴേക്ക് ഒന്നെങ്കിൽ ഫൈൻ അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ്. ഫൈൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ പറയുന്ന പോലെ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞിട്ട് അടയ്ക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇംപ്രിസൺമെന്റ് എന്നുള്ള ഒരു ഓപ്ഷനാണ് ഫൈൻ ഓർ ഇംപ്രിസൺമെന്റ് എന്ന് വരുമ്പോൾ. ഫൈൻ ആൻഡ് ഇംപ്രിസൺമെന്റ് ആകുമ്പോൾ ഇത് രണ്ടും മാൻഡേറ്ററി ആയി നിൽക്കുന്നതാ. ഫൈനും കൊടുക്കണം, ഇംപ്രിസൺമെന്റും കൊടുക്കണം. അപ്പൊ നമുക്ക് കമ്പനിയെ പിടിച്ച് ഇംപ്രിസൺമെന്റ് നടത്താൻ പറ്റില്ല. കമ്പനിയുടെ ഓഫീസേഴ്സിനെ പറ്റും, എന്നാൽ കമ്പനിയെ നമുക്ക് ഇംപ്രിസൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഫൈൻ ആൻഡ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് വരുന്നതല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻ ആൻഡ് ഇംപ്രിസൺമെന്റ് ആണ്. നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് 1, 3 and 4 ആണ്. ഇംപ്രിസൺമെന്റ് ഓൺലി ആണ് നമുക്ക് പോസിബിൾ ആയിട്ട് വരാത്തത്. അപ്പോൾ 9th ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഫൈൻ ആൻഡ് ഇംപ്രിസൺമെന്റ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുമ്പോഴത്തേക്ക്
ലോ ഇവിടെ രണ്ടും വേണമെന്ന് പറയാണ്. സ്റ്റിൽ കമ്പനിക്ക് ഫൈൻ ഇമ്പോസ് ചെയ്യാനും പറ്റും. ആസ് എ കമ്പനി അവരെ ഇംപ്രസൺ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഈ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ അവരുടെ കീ പേഴ്സണൽസിനെ നമുക്ക് ഇംപ്രിസൺമെന്റ് കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് വേറൊരു വീഡിയോയിൽ ഹാൻഡിൽ ചെയ്യാം. താങ്ക് യു.